പൊതുജനങ്ങളോടും എനിക്ക് നമ്മുടെ ഭരണാധികാരികളോടും ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്. കാരണം നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളുടെ ഭരണകർത്താക്കളാണ്. അവര് ഞങ്ങളെ ഈ വർഷം ഈ കുഞ്ഞുങ്ങളെ 18 വയസ്സിന് മേളിലേക്ക് പ്രായമായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ തള്ളിക്കളഞ്ഞു. കേരളത്തിലെ 40 സ്കൂളുകളിലുള്ള കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ റദ്ദാക്കി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഭക്ഷണ കാര്യങ്ങള്, പരിശീലന കാര്യങ്ങള് എല്ലാത്തിനും നമുക്ക് പൊതുജനങ്ങളെ ആശ്രയിക്കുക എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു ചെറുതാണെങ്കിലും ഞങ്ങൾക്കൊരു ഗ്രാന്റ് വർഷാവസാനം കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു ഗവൺമെന്റിന്റെ ഭാഗത്ത്. ഈ വർഷം ഞങ്ങൾക്ക് 40 സ്കൂളുകളെ അവര് ഒഴിവാക്കി. നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് ഉഴവൂരാണ്. കോട്ടയം ഉഴവൂരിലാണുള്ളത്. അവിടെ സീനായി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്കൂളിലാണ്. കേരളത്തിൽ എല്ലായിടവും നമുക്ക് പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പ്രവേശനോത്സവത്തിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇവിടുത്തെ കുഞ്ഞുങ്ങളെയാണ്. ആ സഹോദരന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ ഒന്ന് പരിചയപ്പെടുത്താനും അവരെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടീച്ചർമാരെ അവരെയും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ പ്രിൻസിപ്പളാണ് ഞാൻ. ടീച്ചറെ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആവുന്നുണ്ട് അല്ലേ? ഇതാണോ മോള്? മോക്ക് എത്ര വയസ്സായി? 23 വയസ്സായി. ഇപ്പോഴും കുഞ്ഞായിട്ടിരിക്കുകയാണ്. അവളോടാണ്. അത് സ്പെഷ്യലാണല്ലോ മോള്. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ വരുമ്പോ ചില ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനും വിഷമവും ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എന്നാലും നമ്മള് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മള് വിഷമിക്കാതിരുന്നാലല്ലേ നമ്മുടെ കുട്ടികളെ നോക്കാനാണ്. അതെ. മോക്ക് എത്ര വയസ്സായി? 23ാമത്തെ വയസ്സാണ്. കുഞ്ഞു കുട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും അല്ലേ? അപ്പൊ ഏതായാലും ഇതുപോലത്തെ ഒരുപാട് കുട്ടികൾ ഈ കേരളം ഒട്ടാകെ ഉണ്ട്. ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ടീച്ചർമാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവരെ നോക്കുന്ന ടീച്ചർമാരെ കുറിച്ച് എന്താണ്? രക്ഷിതാക്കളെ നോക്കണേക്കാളും കൂടുതലായിട്ട് അവര് നോക്കുന്നുണ്ട്. കാലത്തോട്ട് വൈകുന്നേരം വരെ അവരാണല്ലോ നോക്കുന്നത്. പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോയിരുന്നു പറയുമ്പോ നല്ല സന്തോഷമാണ്. എല്ലാവരും കൂടി പിള്ളേര് നോക്കൂലല്ലോ. ആണെങ്കിൽ അവരുടെ കാര്യങ്ങളും മറ്റുള്ളവർ നോക്കൂലോ. അല്ല, ഇപ്പൊ അതൊക്കെ മാറി. നമ്മുടെ നാട്ടില് ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർ സംരക്ഷിക്കുകയും നോക്കുകയും ചേർത്ത് നിർത്തിയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. അതെ. ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടല്ലോ, ദൈവം ഇങ്ങനെ തന്നല്ലോ എന്ന് ഓർത്ത് ഭയങ്കര വിഷമം. എന്നെ ഇവിടുത്തെ പ്രിൻസിപ്പാൾ എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി എല്ലാ സംഗതികളും കാണിച്ചു തന്നു. മണിയമ്മ ടീച്ചർ എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിച്ചു തന്നു. ഓമനെ വിഷമിക്കേണ്ട, എന്നെ ഓമനയുടെ കുഞ്ഞിനെ കഴിഞ്ഞും ഭയങ്കരമായിട്ട് തളർന്നതും കിടക്കുന്നതും എങ്ങനെയൊക്കെയുള്ള ഭയങ്കര കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഒത്തിരി സമാധാനപ്പെടുത്തിയത് കൊണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് 15 വർഷത്തിന് മേലായി ഈ കുഞ്ഞിന്റെ കിട്ടിയിട്ട്. പക്ഷെ ഇത്രയും വർഷമായിട്ടും ഒരിക്കൽ പോലും ഷിതയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം. എന്തുമാത്രം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരിക്കലും ഷിതയുടെ ഭാഗത്തുനിന്ന് അത് പറഞ്ഞിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾ ഒരു ഗിഫ്റ്റ് ആണ്. അത് ആർക്കും അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. അതെ. ഇവരെ സംരക്ഷിക്കുന്നതിന് ദൈവം നിങ്ങൾക്ക് അർഹത എന്തായാലും തന്നിരിക്കും. പാട്ട് പാടുന്നവരുണ്ട്. ഒരു പാട്ട് പാടാൻ വന്നേ. പുതുകനവാൻ മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നു മാമൂട്ടി. പിച്ച വെക്കാക്കൂടി വന്നു കൈനീട്ടി. മിനുങ്ങും മിന്നുങ്ങേ മിന്നി തേടുന്നതാരെ വരുമോ ചാരേ നിന്നച്ഛൻ. നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ,
തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സന്തോഷം, ഈ ലോകം ഇതാണ്. അപ്പൊ മക്കളെ, ഈ പാട്ട് പഠിപ്പിച്ചതും ഡാൻസ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആരാ? സുമി ടീച്ചറാ. അപ്പൊ നമ്മുടെ ഉഴവൂറുള്ള സിനായി സ്ഥാപനത്തിന്റെ ഈ കുടുംബത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാരെ, അല്ലെങ്കിൽ അവരെ അമ്മയെന്ന് വിളിക്കുന്ന അവരുടെ ടീച്ചർമാരെ എന്ന് പരിചയപ്പെടുത്തുന്നത് അല്ല, ബ്യൂട്ടി ചെയ്യാനുള്ള സാധനമില്ലേ? അപ്പം ഇതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഡാൻസ് കളിക്കുന്നത്. കണ്ടല്ലോ പ്രേക്ഷകരെ, ഇതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഈ പ്രായത്തിൽ ഈ ടീച്ചർമാരൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവരെ നോക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ കമന്റുകളെല്ലാം ഈ ടീച്ചർമാർക്ക് ഈ മക്കൾക്കും വേണ്ടി നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ ആവശ്യമാണ്. ഇതാണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ കൊടയല്ല, ഇതിനെന്താ പറയുന്നത്? മുത്തുകുട. ആ, കൊടയല്ല, മുത്തുകുട. നൂത്ത് കാണിച്ച് ആരുടെ കണ്ണിലൊന്നും കൊള്ളയില്ല കേട്ടോ. ആഹാ, ഇതൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ? ആരൊക്കെയാ? വാ വന്നേ. ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളാണ് ഇവർക്ക് പ്രത്യേകിച്ചുള്ളത് അല്ലേ? നമ്മളുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ KR നാരായണൻ സാറിന്റെ ജന്മ വീടിന്റെ തൊട്ടടുത്താണ്. അതൊരു പുതിയ അറിവാണ് ഇവിടെ വന്നപ്പോ. അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് ധന്യമായ ഒരു നാടാണ്. ടീച്ചറെ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് എങ്ങനെയാണ്? ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല മനസ്സുകളുടെ സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരുടെ സഹകരണം കൊണ്ടാണ് നമ്മുടെ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകുന്നത്. ഡെയിലി ഇപ്പം നമുക്ക് ഏറ്റവും വലിയ സാമ്പത്തിക ചെലവെന്ന് പറയുന്നത് ഇവരുടെ യാത്ര, ഡീസൽ അടിക്കണം, ഡെയിലി ഡീസൽ അടിക്കണം. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങൾ, ഇവരുടെ പരിശീലനത്തിനുള്ള സാധനങ്ങൾ, ഇങ്ങനെ ഒരുപാട് നമുക്കൊരു ദിവസം നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. ഇത് എല്ലാം തന്നെ നമുക്ക് പൊതുജനങ്ങളെ ആശ്രയിച്ച് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ വർഷാവസാനം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു നല്ലൊരു തുക ബാധ്യതയൊക്കെ വരുന്നുമുണ്ട്. പിന്നെ 2 മാസം വെക്കേഷന് അവധി വരുന്നുണ്ടല്ലോ, ആ സമയത്ത് കുട്ടികൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പോഴാണ് ഞങ്ങൾ മറ്റുള്ള ആൾക്കാരെ സമീപിച്ച് ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞ് കിട്ടുന്ന സഹായം കൊണ്ടാണ് ഈ കടങ്ങൾ വീട്ടുന്നത്. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുമ്പോഴത്തേന് ഈ ഇതിന് പുറകെ വന്ന അധ്യയന വർഷത്തിന്റെ കടങ്ങൾ ഞങ്ങളൊരു 3/4 ഭാഗം വീട്ടിയിരിക്കും. പിന്നെ ജൂൺ തൊട്ട് വീണ്ടും നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ ഈ കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ് ഇവിടെ അല്ലേ? ഇവിടെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ്. അപ്പൊ സർക്കാർ നമ്മളെ നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു ചെറിയ പൈസ അത് കട്ടാക്കുകയും ചെയ്തു അല്ലേ? ഈ വർഷം അതുമില്ലാതായി. അപ്പൊ തുടർന്നെന്തായാലും ഇത് മുമ്പോട്ട് പോകണമെങ്കിൽ ജനങ്ങൾ ഇത് കണക്ക് കനിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ഇത് കാണുന്ന ആൾക്കാരൊക്കെ സഹായിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ മക്കളെ നമുക്ക് എന്തായാലും നമ്മൾ വീഡിയോ വെക്കുവാണല്ലേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കത്തില്ല. തീർച്ചയായും നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ 29 വർഷമായിട്ട് ഞങ്ങൾ ഈ പ്രസ്ഥാനം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഒരു പരിശ്രമമാണിത്. തീർച്ചയായിട്ടും. അപ്പം എന്തായാലും നല്ലതായിട്ട് വരട്ടെ അല്ലേ? ഞാൻ കരുതുന്നത് ഈ ബസ്സും ഒക്കെ കണ്ടപ്പോഴേ, വലിയ ബസ്സും 2 വണ്ടികളും ഒക്കെ കിടക്കുന്നത്, ഇത്രയും കുട്ടികൾ, ഒരുപാട് ടീച്ചർമാരും എല്ലാവരും നല്ല യൂണിഫോമിലും ഒക്കെ നിൽക്കുന്നത്, ഇതൊക്കെ ഒരു പൈസ വാങ്ങിക്കൊണ്ട് മാസം ഒരു ഫീസ് വാങ്ങിക്കൊണ്ട് ചെയ്തൊരു സ്ഥാപനമാണെന്നാ കരുതിയത്. അല്ല, കാരണം വണ്ടി എടുത്തിട്ടുണ്ടോന്ന് പറഞ്ഞാലും ഞങ്ങളത് ലോണാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആളുകൾക്കൊക്കെ നേരിട്ട് വന്ന് കാണാനും ഒക്കെ പറ്റുന്നത്. അതുപോലെ KR നാരായണൻ സാറിന്റെ അനുജൻ ഭാസ്കരൻ സാറ് ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന ആളാണ്. അവരെല്ലാവരും മരിച്ചുപോയി. ആരുമില്ല നിലവിലൂടെ. അപ്പം ഇപ്പൊ നമ്മളാണ് ഇതിന്റെ സാരഥിയായിട്ട് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചാരിറ്റബിൾ സൊസൈറ്റി, ഇതിന്റെ മാനേജ്മെന്റ്, ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന KA ജോസഫ് എന്ന് പറയുന്ന സാറിന്റെ വീട് ഉഴവൂരാണ്, ഉഴുമ്പറമ്പത്ത്. അദ്ദേഹം ഇപ്പം ഏജ്ഡായിട്ടിരിക്കുകയാണ്. എങ്കിലും സാർ ഇതിന്റെ കാര്യങ്ങളൊക്കെ വളരെ
ഭംഗിയായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സെക്രട്ടറി ആയിട്ട് റെജി അലക്സ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വീട് ഉഴവൂർ തന്നെയാണ്. അവർ കുടുംബത്തോടെ എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവാണ്. അവരുടെയൊക്കെ ഒരു നല്ല മനസ്സുകൊണ്ടും സഹകരണം കൊണ്ടും പിന്നെ ഈ നാട്ടിലെ ഒരുപാട് ആൾക്കാരുടെ, ഈ നാട്ടിലെ തന്നെയല്ല പുറത്തുള്ളവരാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് സഹായങ്ങൾ ആൾക്കാരുടെ ഉണ്ട്. കാരണം ഇത്രയും വർഷമായി ഇപ്പോൾ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പം അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നു, നല്ലപോലെ മനസ്സിലാക്കുന്നു ഉള്ളത് കൊണ്ട്. സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞു? ഇവന് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഇന്റർനാഷണലിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് മത്സരത്തില് ഓസ്ട്രേലിയയില് സിഡ്നിയിൽ വെച്ചായിരുന്നു കോമ്പറ്റീഷൻ നടന്നത്. ഓസ്ട്രേലിയ വെച്ച് മനു മണിയും നിഷാമോൾ മണിയും രണ്ടുപേരാണ് നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് 100 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് പോയത്, ഷോർട്ട് പുട്ടില്. അപ്പൊ അതില് 100 മീറ്റർ ഓട്ടത്തിന് സിൽവറും ഷോർട്ട് പുട്ടിന് ബ്രോൺസും മെഡല് ഇവർ കരസ്ഥമാക്കി. നമ്മുടെ VIP ആണ്, ഈ സ്കൂളിന്റെ VIP ആണ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ഈ സീനായി സ്കൂളിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ട് ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, ഭരണാധികാരികളെ, ഈ പറഞ്ഞ ഒരു വലിയ വേദനയാണ്. അപ്പോൾ അവർക്ക് അർഹമായത് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്, നമ്മുടെ സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കി ചെയ്യുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പരമാവധി ആളുകൾ സപ്പോർട്ട് ചെയ്യണം, ഈ വീഡിയോ കാണുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ല കമൻറ്റുകൾ പോസിറ്റീവായിട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ആരെക്കൊണ്ടൊക്കെ എന്തെല്ലാം കഴിയുമോ അതെല്ലാം ഈ നമ്പറിൽ ഞാൻ ഈ QR കോഡിലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി ബാഗും പുസ്തകമൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ മക്കളെയും കൂടെ നമ്മളൊന്ന് ഓർക്കണം. എല്ലാവരോടും നന്ദി, നമസ്കാരം.